അഡ്വക്കേറ്റ് കെ സരൺകുമാർ ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസ പ്രകടനം സംവാദത്തിന് വന്നിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ പൊളിച്ചടുക്കിയേനെ എന്നാണ്. മുഖ്യമന്ത്രി കണ്ടം വഴി ഓടുമെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പുതുഭാഷാ പ്രയോഗമായതുകൊണ്ട് എന്നും. ഇതിലും വലിയ ആത്മവിശ്വാസം നമ്മൾ 2021 കണ്ടതാണല്ലോ. അന്നും ഈ ചരിത്രം സൃഷ്ടിക്കും, അതേപോലെ തന്നെ ഇത്തരത്തിൽ പല സാമർത്ഥ്യങ്ങളും അദ്ദേഹം കാണിക്കേണ്ടായി. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷത്തിന് ഭരണ തുടർച്ച കിട്ടുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 91 സീറ്റിൽ നിന്ന് 99 സീറ്റായിട്ട് അധികാരത്തിൽ വന്നു. 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായിട്ട് മാറി. ആ ഭരണ തുടർച്ചയുടെ ഭാഗമായി നിരവധി നേട്ടങ്ങളിലേക്ക് കുതിച്ചു മുന്നേറാൻ കേരളത്തിന് കഴിഞ്ഞു. കാരണം അന്ന് വെറും 1.25 ലക്ഷമായിരുന്ന പട്ടയ വിതരണം ഇപ്പം 4,20,000 മാറി. അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയുടെ വീട് ഇരട്ടിയിലധികമായി കഴിഞ്ഞ് 5 ലക്ഷം പൂർത്തീകരിച്ചു. 1.92 ലക്ഷം വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം സർക്കാർ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം, ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കണക്കുകൾ നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. അപ്പോൾ 5 വർഷത്തെ ഭരണം 10 വർഷമായിട്ട് മാറിയപ്പോൾ എല്ലാ രംഗത്തും സമാനതകളില്ലാത്ത മുന്നേറ്റം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതുകൊണ്ട് UDF-ന്റെ നേതാക്കന്മാരോട് ചോദിക്കുന്നത്, ഏത് രംഗത്താണ് ഈ ഗവൺമെന്റ് പിന്നിൽ? വിദ്യാഭ്യാസ രംഗത്താണോ, ആരോഗ്യ രംഗത്താണോ, സാമൂഹ്യ സുരക്ഷാ രംഗത്താണോ, വികസന പദ്ധതികളുടെ കാര്യത്തിലാണോ, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? അത്തരത്തിൽ ഏത് സംവാദവും നിങ്ങൾക്ക് ഉയർത്താം, ഏത് ചർച്ചയും നമുക്ക് സംഘടിപ്പിക്കാം. പക്ഷേ ഇവിടെ ഡീൽ എന്ന് പറഞ്ഞ് കുറേ ദിവസം കളഞ്ഞു. അതേപോലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല ദിവസങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നു. പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചൂരൽമല മുണ്ടക്കൈയിലെ ശവശരീരങ്ങളുടെ കണക്ക് പറഞ്ഞുകൊണ്ട് എങ്കിൽ സംവാദമായിക്കൂടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് നിരാശയുണ്ട് മുഖ്യമന്ത്രി ആ സംവാദത്തിന്റെ അവസരം നിരാകരിച്ചതിൽ. അല്ല, സംവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരിക്കലും കേരളത്തിന്റെ മുഖ്യമന്ത്രി റോഡ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് ഒരു സംവാദമാകാമെന്നോ ഇതുപോലെ ഒരു ചാനൽ ചർച്ചകളുടെ ഫ്ലോറിൽ ഇരുന്നു പോലെ ചർച്ച നടത്താമെന്നോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. പല വിഷയങ്ങൾ ഉയർത്തി ഇത്തരം വിഷയങ്ങളിൽ സംവാദമാകാമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സംവാദം തന്നെയാണ് കുറേ ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കേരളത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിട്ട് ഒരൊറ്റ കോൺഗ്രസ് നേതാവ് മറുപടി പറയുന്നില്ലല്ലോ. തുടർച്ചയായി 9ാം ദിവസമാണ് ചാനൽ ചർച്ചയിൽ ഇരുന്ന് കോൺഗ്രസ് പ്രതിനിധിയോട് ഞാൻ ചോദിക്കുന്നത്. എന്താണ്? ചൂരൽമല മുണ്ടക്കൈയിലെ മൃതശരീരത്തിന്റെ കണക്കു പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ച പണം പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിന്റെയും അക്കൗണ്ടിലുണ്ട് എന്ന് പത്രപ്രവർത്തകരെ വിളിച്ച് നിങ്ങൾ പ്രഖ്യാപിച്ച പണം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ്, ഈ 2 നേതാക്കന്മാരുടെ അഫിഡവിറ്റിൽ സൂചിപ്പിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് IT ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത കണക്ക്, ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത കണക്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ആ പണം എവിടെ? ഒരു നയാ പൈസയെങ്കിലും ഇനി ബാക്കിയുണ്ടോ? ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് വർക്ക് നടത്തുന്നത്? ആ പണം ഉപയോഗിച്ചുകൊണ്ടാണോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നയാൾ ഇവിടെ കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ബലാത്സംഗ കേസിൽ ജാമ്യമടക്കം എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചതിന് ഒരു ഉത്തരവുമില്ല. നിയമസഭയിലാണെങ്കിൽ ചോദ്യം ചോദിക്കാനും അതുപോലെ സംവാദത്തിൽ ഏർപ്പെടാനുള്ള അവസരങ്ങളൊക്കെ ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനം തന്നെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇവർ ആ അവസരം കളഞ്ഞു കുടിച്ചത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതിൽ നിന്ന് ഓടി ഒളിക്കുന്നത് UDF ആണ്, പ്രതിപക്ഷ നേതാവാണ്, UDF-ന്റെ നേതാക്കന്മാരാണ്. ശരി. Debate with Madhu Saji.